മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന വാർത്ത നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ആക്രിക്കാരൻ ശരീരഭാഗങ്ങൾ സാമ്പിളുകൾക്കായി സൂക്ഷിച്ചിരുന്ന ശരീരഭാഗങ്ങൾ 17 ശരീരഭാഗങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറണമെങ്കിൽ സെക്യൂരിറ്റികൾ പലപ്പോഴും ഗുണ്ടകളായി നിന്നുകൊണ്ട് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും രോഗിക്കും രോഗികളോടൊപ്പം നിൽക്കുന്നവർക്കും ഒക്കെ ഉണ്ടാക്കുന്നത് പലതരത്തിൽ ചർച്ചയായിട്ടുള്ളതാണ്. അവിടെയാണ് ഒരു ആക്രിക്കാരൻ എന്താ പറയുക, ഒരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടില്ലാതെ കയറി സ്റ്റെയർകേഴ്സിലിരുന്ന ഈ പരിശോധനയ്ക്കായി കൊണ്ടുവന്ന ബോക്സ് എടുത്തുകൊണ്ട് പോയി പിന്നീട് ശരീരഭാഗങ്ങളാണെന്നറിഞ്ഞപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ? എങ്ങോട്ടാണ് നമ്മുടെ ആരോഗ്യ മേഖല പോകുന്നത്? അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത വാർത്ത എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകളിലൊക്കെ നല്ല ശതമാനം അങ്ങനെയുള്ള വാർത്തകളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചാനലുകാർ മിക്ക വാർത്തകളുടെയും തൊട്ട് മുമ്പ് ഞെട്ടിപ്പിക്കുന്ന പറഞ്ഞതിൻ്റെ കാരണം. മനസ്സിലായില്ലേ? അപ്പം ഞെട്ടി ഇപ്പം നമുക്കൊരു ഞെട്ടലില്ലാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട് സാർ. അപ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിലെ അവസ്ഥ ഇതിപ്പം ശരിയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ശരീരഭാഗങ്ങളുടെ സാമ്പിളുകളാണ് മോഷണം പോയിരിക്കുന്നത്. ഇവിടെ കേരളം എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമായ രീതിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അവയവങ്ങൾ മോഷ്ടിക്കപ്പെടുന്നൊരു സ്ഥലവും കൂടെയാണ്. നമ്മുടെ ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ കൊച്ചി നഗരത്തിൽ പോലും വൻതോതിൽ ആൾക്കാരുടെ ആന്തരിക അവയവങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന ഒരു സ്ഥലവും കൂടെയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ കേരളത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പശ്ചാത്തലമാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ഭരണം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെയും കലാപരമായിട്ടും ഒക്കെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതായത് നമ്മളൊരു റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത്. ആ ട്രാഫിക്കിൻ്റെ പാലിക്കുന്നതിലെ വ്യക്തതയും മറ്റുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മതലത്തിൽ അറിയാൻ കഴിയും ഇവിടെ എത്രമാത്രം നിയമവും അതിൻ്റെ എക്സിക്യൂഷൻ, അതിൻ്റെ നടപ്പാക്കലും തമ്മിലുള്ള ബന്ധമുണ്ടെന്നുള്ള അറിയാൻ പറ്റും. ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ സംഭവം കേരളത്തിലൊരു കാലഘട്ടത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവസാന വാക്കായിരുന്നു എല്ലാ അർത്ഥത്തിലും. അതിപ്രഗത്ഭരായ ഡോക്ടർമാർ, അതേപോലെ തന്നെ അവിടെയുള്ള സംവിധാനങ്ങൾ ഒക്കെ എല്ലാം മികച്ച, അതിനപ്പുറം നമ്മുടെ കേരളത്തിലെ അവസാന വാക്കായിരുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു യു പിയിലുള്ള മലയാളി ആക്രിക്കാരനുമല്ല, ഒരു യു പിയിലുള്ള ആക്രി പറക്കുന്ന ഒരു വ്യക്തി മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഈ പതോളജി ലാബിലേക്ക് കൊടുത്തയച്ച ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ, ഈ രോഗികളിൽ നിന്നെടുക്കുന്ന ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകളാണ്. ഇത് പരിശോധിച്ചിട്ട് വേണം ഇവരുടെ രോഗനിർണയം നടത്തി അവർക്ക് ചികിത്സ ലഭ്യമാക്കാൻ എന്നൊക്കെയുള്ളതായിരിക്കും. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആക്രിക്കാരന് വളരെ ശ്രദ്ധയോട് നടക്കുന്ന വ്യക്തിയാണ്. അയാൾക്ക് വളരെ ശ്രദ്ധയുണ്ട്, കാര്യം അയാൾ ആക്രിയിൽ മാത്രമേ നോക്കുന്നുള്ളൂ സാധനം. അപ്പോൾ ഇതിവിടെ ഒരു പ്രോട്ടോക്കോൾ നമുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലുള്ളൊരു സംവിധാനത്തിൽ എല്ലാത്തിനും ഒരു പ്രോട്ടോക്കോൾ വേണം. പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ അതിനൊരു പ്രൊസീജിയർ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണിത് ഒരു സാമ്പിൾ വന്നു കഴിഞ്ഞാൽ എത്തേണ്ടത്, അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എത്തിക്കുന്ന വ്യക്തി ആരാണ്, അത് ആരെ ഏൽപ്പിച്ചു എന്ന് കഴിഞ്ഞിട്ട് അവർ ഏറ്റുവാങ്ങി എന്നുള്ളതിൻ്റെ തെളിവ്, ഇതൊക്കെയാണ് ഈ ഒരു ഭരണ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ അതിനൊക്കെ വളരെ വ്യക്തമായിട്ട് സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ അത് ഒരു അലക്ഷ്യത്തിൽ വന്ന സംഗതിയാണ്. അപ്പം എത്രമാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സാമ്പിളുകൾ, ഇതിനകത്തിരിക്കുന്ന സാമ്പിളുകൾ എത്രമാത്രം വിലപ്പെട്ടതാണ്. 17 ഏതെങ്കിലും ഗുരുതരമായ രോഗങ്ങളുടെ അല്ലെങ്കിൽ ഗുരുതരമെന്ന് സംശയിക്കുന്ന രോഗങ്ങളുടെയൊക്കെ ആയിരിക്കുമല്ലോ ഈ സാമ്പിളുകൾ കളക്ട് ചെയ്തത്. അപ്പോൾ അത്രയും ജീവനുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്, അവരുടെ ആരോഗ്യവും അവരുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അത് കൈമാറ്റം ചെയ്യുമ്പോഴും അത് ലാബുകളിലേക്ക് എത്തിക്കുമ്പോഴും ഒക്കെ പാലിക്കേണ്ട വളരെ ഒരു ഉത്തരവാദിത്വവും ശ്രദ്ധയുമുണ്ട്. ആ ശ്രദ്ധ വളരെ നിർണായകമായ ശ്രദ്ധ വേണ്ട ഒരു സ്ഥലമാണ്. അതവിടെ നടന്നില്ല. അതവിടെ ഒരു ഭരണത്തിൻ്റെ ഒരു വീഴ്ചയാണ് ശരിക്കും കാണിക്കുന്നത്. അത് ആ വകുപ്പ് മേധാവിയുടെ ഒരു വീഴ്ചയായിട്ടാണ്. ഇപ്പോൾ നേരിട്ട് ചുമതലയുള്ള ആ ഉദ്യോഗസ്ഥനാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അയാൾ ചെയ്തത് അയാളുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച തന്നെയാണ്. പക്ഷേ അയാൾക്ക് ആ വീഴ്ച വരുന്നതിലേക്ക് നയിച്ച ഒരു പൊതുഭരണ സംവിധാനമുണ്ട് അവിടെ. അതിൻ്റെ വീക്ക്നെസ് ഉണ്ട്, ആ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ്സും കൂടെ അതിനകത്ത് നമുക്ക് വായിക്കാൻ പറ്റണം. അപ്പോൾ ആ വകുപ്പിൻ്റെ ചുമതലയുള്ള വ്യക്തിയാണ്. ആ ചുമതലയുള്ള വ്യക്തിക്ക് ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ഭരണങ്ങൾ ഇത് കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഓരോ വകുപ്പിന് മേധാവികളെ കൊടുക്കുന്നത്.
അവരതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മീറ്റിങ്ങുകൾ വിളിക്കുകയും ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പാളിച്ചകളുണ്ടെങ്കിൽ തിരുത്തി, അതിനൊക്കെയാണല്ലോ ഈ വകുപ്പ് തല മീറ്റിങ്ങുകളും അതിനുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വളരെ ഈ ഒരു സിസ്റ്റം എഫക്റ്റീവായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവേണൻസ് എന്ന് പറയുന്ന സാധനം വേണം. ഇന്നിപ്പോൾ കേരളത്തിൽ ഇല്ലാത്ത ഒരു സാധനം ഗവേണൻസാണ്. മനസ്സിലായില്ലേ? ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഗവേണൻസാണ്. അത് ശരിക്കും പോയി കഴിഞ്ഞാൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവാദിത്വമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ അതിന് ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അദ്ദേഹത്തിന് ഈ ഉത്തരവാദിത്വം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഒന്നാമത് ഇപ്പം വളരെ എല്ലാത്തിനും വേണമെങ്കിലും നമുക്ക് ഒരു വളരെ അനായാസമായിട്ടൊരു ഡാഷ്ബോർഡ് കീപ്പ് ചെയ്ത് പോകുന്ന സംഗതിയാണ്. ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങൾ എത്രമാത്രം മെച്ചപ്പെട്ടതാണ് എന്നുള്ളത് റേറ്റിംഗ് നടത്തിയിട്ടോ അതല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഏതൊരു കുട്ടിക്ക് നോക്കിയാൽ പോലും മനസ്സിലാവുന്ന രീതിയിൽ ഇത്തരം നടത്താവുന്ന അവസ്ഥകൾ ഇപ്പം നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അത് വകുപ്പ് മന്ത്രിയിൽ നിന്നാണ് അത് വരേണ്ട സാധനം. ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് അതിൻ്റെ ഉത്തരവാദിത്വം വരണം. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മറ്റുള്ള വകുപ്പുകളിലേക്ക് പോകണം. ആ വകുപ്പുകളിൽ അങ്ങനെ പോകുമ്പോഴാണ് അങ്ങ് താഴെ അറ്റം വരെ ഇത് ഒരു ഫങ്ഷണൽ, ഒരു മെഷീനറി പോലെ പ്രവർത്തിക്കുക. അതിൻ്റെ കൃത്യമായ അഭാവമാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ ആക്രിക്കാരൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് മനുഷ്യഭാഗങ്ങളാണ്. അത് അയാൾ തുറന്നു നോക്കുകയും ചെയ്തു. അപ്പോൾ ആ തുറന്നു നോക്കിയ സാധനം അയാൾ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു. പുറത്തുള്ള സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് വേസ്റ്റിൻ്റെ കൂട്ടത്തിലോ എവിടെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു ചെയ്ത്. അപ്പോൾ അവിടെ ആ സാമ്പിളുകളുടെ അവസ്ഥ ഇപ്പോൾ എന്ത്? ഇപ്പം അധികൃതർ പറയുന്നത് ആ സാമ്പിളുകൾ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പരസ്യമായി ഈ പറഞ്ഞതുപോലെ വേസ്റ്റിൻ്റെ കൂടെ തുറന്നു കിടന്ന് കളക്ട് ചെയ്ത സാമ്പിളുകളുടെ അവസ്ഥ എന്ത്? ഇതൊക്കെ ഇവിടെ വിഷയങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നതോടുകൂടി ശരിക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധയും മാറുന്നു. മന്ത്രിക്ക് പറയാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഡിഫെൻഡ് ചെയ്താൽ മതി. ഇപ്പോൾ എന്തൊരു സംഭവം ഉണ്ടായാലും ആ സംഭവത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെന്നൊരു ആവശ്യം ആർക്കും മുമ്പോട്ട് വരുന്നില്ല. ഇപ്പം മുഖ്യമന്ത്രിയാണെങ്കിലും ഏത് അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഡിഫെൻഡ് ചെയ്യുക, പ്രതിരോധിക്കുക എന്നുള്ളൊരു സംഗതിയിലേക്ക് വരിക ചെയ്യും. ആ പ്രതിരോധത്തിന് നല്ല പ്രതിരോധങ്ങൾ രണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ആ വിഷയം കഴിഞ്ഞു. ഇപ്പം ഇതിൻ്റെ മന്ത്രിയോടോ വകുപ്പ് തല ഉദ്യോഗസ്ഥനോടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നാരുടെ വീഴ്ച കൊണ്ടാണ് സംഭവിച്ചത്, അതുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലുള്ളൊരവസ്ഥയിലേക്ക് ഇത് കേരളത്തിലെ അവസ്ഥ മാറി. അതുകൊണ്ട് പൊതുജനങ്ങൾക്കും ഈ ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇല്ലാത്തത് ഗവേണൻസാണ്, ആ ഒരു ഭരണമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അത് നയിച്ചെങ്കിൽ മാത്രമേ അത് നീങ്ങത്തുള്ളൂ. അങ്ങനെ വന്നാൽ പോലും അവിടെ അങ്ങനെയുള്ള ഗവേണൻസ് വരുമ്പോഴാണ് അഴിമതികൾ ഇല്ലാണ്ടാവുക, ഈ സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ യഥാസമയത്ത് നിറവേറ്റപ്പെടുക. ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ ഗവേണൻസ് വേണം. ആ ഗവേണൻസ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും ഗുരുതരമായ ഒരു ഉദാഹരണമാണ്. കാര്യം ഇത് മറ്റ് ഒരു ഫയൽ മാറിപ്പോകുന്നതോ അല്ലെങ്കിൽ ഫയല് വേസ്റ്റ് കൂനയിൽ വീഴുന്ന പോലുള്ള സംഗതിയല്ല. അപ്പോൾ ഇത് എങ്ങനെ ഈ യു പിയിലെ ആക്രിക്കാരൻ ഈ പതോളജി ലാബിൻ്റെ അടുത്തെത്തി അല്ലേ? എന്തുകൊണ്ട് ഇത് കൊണ്ടുവന്ന വ്യക്തി അവിടെ മതിലിൽ വെച്ചിട്ട് പോയി? എന്താണ് അവിടുത്തെ സംവിധാനം? അപ്പോൾ ഒരു സംവിധാനം തകരാറിലായതാണ് കാണിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയും കൂടെ അത് കാണിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥയും കാണിക്കുന്നുണ്ട്. അതിൻ്റെ സംവിധാനം എത്രമാത്രം ഈ പറഞ്ഞതുപോലെ മുടന്ത് പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയാണ് എന്നൊക്കെ ഉള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് സാധാരണ ജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഇതിപ്പം ഒരുപാട് സ്വകാര്യ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേരളത്തിലുണ്ട്. ആ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും പിന്നെ ബാധിക്കുന്നൊരു വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭൂരിപക്ഷം ജനങ്ങളുടെയും ഒന്നാമതിപ്പം ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭാരിച്ച ഒരു പ്രക്രിയയുമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് വളരെയധികം ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിൻ്റെ പൊതു ആരോഗ്യ മേഖലയുടെ ഒരു 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 പൊതു സ്വഭാവത്തിൻ്റെ ആ സംവിധാനത്തിൻ്റെ ഒരു പാളിച്ചയായിട്ട് നമുക്കിതിനെ കാണേണ്ടി വരും.